ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് ചെറുപയർ. ഈ ചെറുപയർ വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റും. അതിന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയറിൻ്റെ ഇത് ചെറിയതായിട്ടുള്ള പയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഇച്ചിരി കൂടെ വലിപ്പത്തിലൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് 1/4 കപ്പ് എടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന ചെറുപയർ വളരെ ചെറിയ മണികളായതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരണം. ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. നന്നായിട്ട് തന്നെ പറ്റുന്ന പോലെ ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് അരിപ്പയിൽ തന്നെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു, വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം വാർന്ന് പോയിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയർ പരിപ്പെന്നാണ് ഞാൻ പറഞ്ഞത്, ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതിൻ്റെ ഞാൻ പതുക്കെ ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. ഒത്തിരി അങ്ങ് കരിച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് മാറും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചെറുപയറൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ മടിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അവർക്ക് ചിലപ്പം അവർ കറിയായിട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വലിയവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എരിവൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കുക, വലിയവർക്കാണെങ്കിൽ എരിവ് കുറച്ചും കൂടെ കൂടുതലിടുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെടുക്കുക. അതിനകത്തോട്ട് ചൂട് ആറിയിട്ടുള്ളത് അതും ഉറപ്പ് വരുത്തണം കേട്ടോ, ചൂടാറി എന്നുള്ളത്. എന്നിട്ട് ഈ പയർ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടും. പക്ഷെ ചെറിയ ചെറിയ തരികളും ഉണ്ടാവും കേട്ടോ. നമുക്കങ്ങനെ ഭയങ്കര ഒരു ഫൈൻ പൗഡറായിട്ട് ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അത് വേണ്ട. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ ഇച്ചിരി തരികളൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എരിവിന് ഉണക്കമുളകാണ് കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 6 7 അല്ലെങ്കിൽ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ചേർക്കുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയുള്ളി ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി, ഈ ഒരു വലുപ്പത്തിലുള്ള പുളി ചേർക്കുക. പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് കുരു ഉണ്ടല്ലോ, അത് മാറ്റണം കേട്ടോ. അത് വേണ്ട, അത് മാറ്റിയിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ചെരുവിയ തേങ്ങ വേണം. അതൊരു 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ചെറുപയറിന് 1/4 കപ്പ് തേങ്ങ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ നിറക്കൊന്ന് മാറി വരുന്നത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുൻപ് 2 കാര്യം കൂടെ ചേർക്കാൻ ഞാൻ മറന്നുപോയി. അത് ഒന്ന് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്. ഇത് രണ്ടും മുഴുവനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവനില്ല, പൊടിയായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ആ മുഴുവനോട് കൂടെ ചേർക്കുന്നതാണ് രുചി കൂടുതൽ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ തേങ്ങയ്ക്ക് അരച്ച കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതേ കണക്കിന് ആ തേങ്ങയ്ക്കൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ ഉപ്പൊന്നും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ മറന്നതല്ല. നമ്മൾ ലാസ്റ്റ് മിക്സിയിൽ ഇതെല്ലാം കൂടെ അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി വറുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആ ചെറുപയറൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ജാറിനകത്തോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടെ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. അതോടൊപ്പം തന്നെ ഇച്ചിരി ഒരു മധുരം കിട്ടാൻ വേണ്ടി കുറച്ച് ശർക്കര, നമ്മളതൊന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ കാണും. അതും കൂടെ ചേർത്തതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തു, ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കുക. ഇതുണ്ടാക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ചൂടൊക്കെ ആറി വരുന്ന എല്ലാം കൂടെ ഒരു 15 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല ചില്ലും കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലും കുപ്പിയിൽ സ്റ്റോർ ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ ഒരു നനഞ്ഞ സ്പൂൺ കൊണ്ട് ഒന്നും എടുക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് 1 മാസം വരെ ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.